അപ്പോൾ കഥ എഴുതുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ കഥയിൽ നമ്മളാണ് രാജാവ്, നമ്മളാണ് അതിൽ പ്രജ, നമ്മളാണ് മന്ത്രി. നമുക്ക് ഇഷ്ടമുള്ള പോലെ കഥാസന്ദർഭത്തെയും കഥാപാത്രങ്ങളുടെ വഴികളെക്കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ പരിണാമത്തെക്കുറിച്ചൊക്കെ നമുക്ക് തോന്നുന്ന രീതിയിൽ മാറ്റം വരുത്താനും പല വഴിക്ക് കൂടി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നോവലിലും അത് സാധ്യമാണ്. പക്ഷെ ഒരു തിരക്കഥ എഴുതുമ്പോൾ അത് കുറച്ചും കൂടി ടെക്നിക്കലാണ്. അതൊരു കൂട്ടായ്മയുടെ ഒരു പ്രോസസ്സാണ്. ഇപ്പോൾ നമ്മളൊരു തിരക്കഥയുടെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതിയെന്ന് വിചാരിച്ചിട്ട് അത് തന്നെ സിനിമയാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതിൽ സംവിധായകൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും, നിർമ്മാതാവിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും, നടന്മാരുടെ കഥ കേട്ട് നടന്മാരുടെ നിർദ്ദേശങ്ങളുണ്ടാവും, ക്യാമറമാൻ ഉണ്ടാവും. അപ്പോൾ ഒരു താഴെ ലേറ്റ് ബോയ് തൊട്ട് നിർമ്മാതാവ് വരെ ഉള്ള ആളുകളുടെ ക്രിയേറ്റീവായതും അല്ലാത്തതുമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ തിരക്കഥയിൽ സംഭവിക്കും. അപ്പോൾ കഥയും നോവൽ എഴുതുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള സ്വാതന്ത്ര്യം സാധ്യമാണ്. പക്ഷേ തിരക്കഥയിൽ അത്ര കണ്ട് സ്വാതന്ത്ര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റും.